നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഞായറാഴ്ച അർദ്ധരാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് അംഗം പരാത്തുകുളം കല്ലൂർ മഠത്തിൽ കെ സതീഷ് കുമാറിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന വലിയ തെങ്ങ് ശക്തമായ കാറ്റിൽ കടപുഴകി വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും നശിച്ചു. അപകട സമയത്ത് സതീഷ് കുമാറും ഭാര്യയും കുട്ടികളുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഇറങ്ങിയോടി. കാറ്റും മഴ ഉണ്ടായതിനെ തുടർന്നാണ് വീടിന്റെ ഇടതുവശത്തുള്ള തെങ്ങ് ബാക്ക് സൈഡിൽ പിൻവശത്തേക്ക് മറിഞ്ഞു വീണതിനെ തുടർന്ന് പിൻവശത്തെ വീടിന്റെ മൊത്തം ഭാഗങ്ങൾ ഡ്രസ് ചെയ്തതും എല്ലാം കൂടി മൊത്തം മറിഞ്ഞു വീടുണ്ടായിട്ടുള്ളത്. ഞാനും ഭാര്യയും കുട്ടികളാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ അടക്കം കുറേ വീട്ടുപകരണങ്ങൾ നാശമായി പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പുന്നൂർകുളം ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. ഡീക്കൻ പ്രിൻസ് ക്ലിയാമ്പ്രയിൽ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ സി കെ അനൂപ്, പള്ളി ട്രസ്റ്റിമാരായ സി വി ജേക്കബ്, സി എ ബോസ്, എം ആർ ഷെജി, കേന്ദ്രസമിതി കൺവീനർ പി ഐ ആന്റോ, സെക്രട്ടറി കെ കെ ബെന്നി, ഇടവക യോഗം സെക്രട്ടറി കെ ജെ ജിജോ എന്നിവരും മറ്റു കൺവീനർമാർ, യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 14 തിരുനാൾ ആഘോഷിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ 13 തീയതി വരെ എല്ലാ ദിവസവും രാവിലെ 6:30 ലതീഞ്ഞ്, ദിവ്യബലി, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 14 രാവിലെ 10 മണിക്ക് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സജിൻ തളിയൻ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജിബിൻ താഴേക്കാടൻ സന്ദേശം നൽകും. തുടർന്ന് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും ഭക്ഷണ വെഞ്ചിരിപ്പിന് ശേഷം നേർച്ച ഊട്ടും നടക്കും. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയം മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ ഘടക കക്ഷികളോടുള്ള സമീപനമാണെന്ന് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗം കുറ്റപ്പെടുത്തി. ഇതിന് മാറ്റം വരുത്തുന്നതിന് UDF മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കൊള്ളന്നൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് വിൽസൺ ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു പാപ്പച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ വേലൂർ, വനിതാ കോൺഗ്രസ് കൺവീനർ ലിഷ ബിജു, യൂത്ത് ഫ്രണ്ട് ഭാരവാഹി ബിജോയ് മണ്ടുമ്പൽ, കുഞ്ഞൻ പെരുന്തുരുത്തി, രമേശ് KA എന്നിവർ സംസാരിച്ചു. ജന്മനായുള്ള കാഴ്ചപരിമിതി മറികടന്ന് ഉൾക്കാഴ്ചയുടെ കരുത്തിൽ ശരണ്യ +2 നേടിയത്. മുഴുവൻ വിഷയങ്ങളിലും A+ ഗ്രേഡോടെ സ്വർണ്ണ തിളക്കമാർന്ന വിജയം. കൊങ്ങണൂർ കല്ലമളപ്പിൽ മനോജിന്റെയും ഷാലിയുടെയും മകളായ ശരണ്യ സ്ക്രൈബിന്റെ സഹായത്തോടെ എഴുതി നേടിയത് 1200-ൽ 1186 മാർക്ക്. കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ശരണ്യ. SSLCക്കും മുഴുവൻ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച ശരണ്യ ഇത്തവണ +2 ആകെയുള്ള 6 വിഷയങ്ങളിൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി 5 വിഷയങ്ങളിലും 200-ൽ 200 മാർക്ക് നേടിയാണ് അഭിമാനകരമായ വിജയം നേടിയത്. ഇംഗ്ലീഷിൽ 14 മാർക്ക് കുറഞ്ഞതിന് ശരണ്യയ്ക്കിപ്പോൾ വിഷമം. അച്ഛൻ മനോജ് ചെന്നൈയിൽ ബിസിനസ് നോക്കുകയാണ്. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സ് ഷാലിയാണ് അമ്മ. ചേച്ചി വിസ്മയ ബിരുദാനന്തര ബിരുദധാരിയാണ്. പോർക്കുളം സേവാഭാരതി മുൻ രക്ഷാധികാരിയും റിട്ടയർഡ് അധ്യാപകനുമായ അക്കിക്കാവ് മത്രംകോട്ടെ അശോകൻ മാസ്റ്റർ ശരണ്യയെ സേവാഭാരതിയുടെ അനുമോദന ഫലകം നൽകി ആശീർവദിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് സി മഹേഷ്, സെക്രട്ടറി മണിക്കുട്ടൻ, പി ചന്ദ്രമോഹനൻ, MP മനോജ് കുമാർ കരുമത്തിൽ തുടങ്ങിയവർ സന്നിഹിതരായി. കേരള കർഷക സംഘം പുന്നയൂർ സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം 2026 നടത്തി. പരിപാടിയിൽ SSLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച കർഷകരെയും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി KV അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, LC സെക്രട്ടറി ഫസലുദ്ദീൻ, അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ, KK അബ്ദുൾ മജീദ്, അഷ്റഫ് വാര്യങ്കാടൻ, KK വിഷൻ, KV ഷംസു, സുഹാജി, 16ാം വാർഡ് മെമ്പർ സൈമജ നസീർ, മുൻ പഞ്ചായത്ത് മെമ്പർ രജനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘത്തിന്റെ മേഖലാ സെക്രട്ടറി വിക്രമൻ സ്വാഗതവും കർഷക സംഘം മേഖലാ ട്രഷറർ അഷ്റഫ് വാര്യങ്ങാട് നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം യുണൈറ്റഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു. അൻസാർ കോളേജിൽ വെച്ച് നടത്തിയ വാർഷിക യോഗത്തിൽ പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. റെസിഡൻസ് ചെയർമാൻ മുഹമ്മദ് മുത്തോടത്ത് അധ്യക്ഷത വഹിച്ചു. ആദരിക്കുന്നതിനോടൊപ്പം കേരള ഗോൾഡ് ജ്വല്ലറിയുടെ കിറ്റും കുട്ടികൾക്കായി നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ മുഖ്യാതിഥിയായി. 6ാം വാർഡ് മെമ്പർ നദീറ ഷെരീഫ്,
അൻസാർ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ജലീൽ ചന്ദനത്ത്, മുസ്തഫ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. VK കമറുദ്ദീൻ സ്വാഗതവും നൌഫൽ നന്ദിയും പറഞ്ഞു. ഡിവൈഎഫ്ഐ ആർത്താറ്റ് സൗത്ത് ആൻഡ് നോർത്ത് യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പുസ്തക വിതരണവുമുണ്ടായി. IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് നടത്തിയ രക്തദാന ക്യാമ്പും ഇതോടൊപ്പം നടന്നു. ചാട്ടുകുളം ഇട്ടിയച്ചൻ ഹാളിൽ വെച്ചായിരുന്നു പരിപാടികൾ അരങ്ങേറിയത്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയായിരുന്നു രക്തദാന ക്യാമ്പ്. രക്തദാനം മഹാദാനം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് 3 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനവും അനുമോദന ചടങ്ങും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ രജി സതീശൻ, CPIM LC അംഗം KB ഷിബു, കുന്നംകുളം സൗത്ത് LC സെക്രട്ടറി CK ലിജീഷ്, മുൻ നഗരസഭാ കൗൺസിലർ പ്രിയ സജീഷ്, കുന്നംകുളം ഡിവൈഎഫ്ഐ സൗത്ത് മേഖലാ സെക്രട്ടറി ഷൈജിത്ത്, കുന്നംകുളം ഡിവൈഎഫ്ഐ സൗത്ത് മേഖലാ പ്രസിഡന്റ് ശ്രീകുട്ടൻ എന്നിവർ പങ്കെടുത്തു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച പ്രദേശത്തെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ദീർഘകാലമായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജനകീയ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ പുന്നൂർകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. പ്രവർത്തകർ വിജയികളുടെ വീട്ടിൽ എത്തിയാണ് ആദരവിന്റെ ഭാഗമായി മൊമന്റോ നൽകിയത്. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ശിവദാസൻ പെരിയമ്പലം, സെക്രട്ടറി ശ്യാം പ്രസാദ് ആൽത്തറ, ട്രഷറർ നൌഷാദ് മന്നലാകുന്ന്, വൈസ് പ്രസിഡന്റ് അനസ് പുന്നൂർകുളം, രാജു പെരിയമ്പലം, മറ്റു മെമ്പർമാരായ ഗഫൂർ മന്നലാകുന്ന്, ഷജീർ ചെമ്മണ്ണൂർ, ബിജിമോൻ കടിക്കാട്, പ്രദീപ് കടിക്കാട് എന്നിവരും മറ്റംഗങ്ങളും പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിലും കായിക രംഗത്തും മികവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കൂട്ട് അനുമോദന ചടങ്ങ് 2026 സംഘടിപ്പിച്ചു. കുറുമാൽ കിഡ്നി ഫെഡറേഷൻ ഗ്രീൻ പാർക്കിൽ നടന്ന പരിപാടിയിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും കൂട്ട് ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും ജേഴ്സികളും വിതരണം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് സെക്രട്ടറി ജിസൺ തോമസ് സ്വാഗതവും പറഞ്ഞു. പ്രസിഡന്റ് ജോബിൻ അധ്യക്ഷത വഹിച്ചു. കുർമാൽ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, വേലൂർ 15-ാം വാർഡ് മെമ്പർ കവിത ബൈബു, മുൻ യൂണിവേഴ്സിറ്റി പ്ലെയർ രഞ്ജിത്ത് AR എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജെറിൻ CJ നന്ദി പറഞ്ഞു. കൂട്ടുഭാരവാഹികൾ നേതൃത്വം നൽകി. ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവിൽ വിദ്യാർത്ഥി തോട്ടിൽ വീണു മരിച്ചു. ചേലക്കടവ് സ്വദേശി പടിഞ്ഞാറവളപ്പിൽ മുഹമ്മദിന്റെ മകൻ മുർഷിദാണ് മരിച്ചത്. 14 വയസ്സാണ്. കഴിഞ്ഞ ദിവസം വീടിന്റെ അടുത്തുള്ള പാടത്ത് മീൻ പിടിക്കുന്നതിനായി വല സ്ഥാപിച്ചിരുന്നു. മീൻ കുടുങ്ങിയോ എന്ന് നോക്കാൻ വേണ്ടി തിങ്കളാഴ്ച പുലർച്ചെ എണീറ്റു പോയതായിരുന്നു മുർഷിദ്. ഏറെ നേരം കഴിഞ്ഞും മുർഷിദിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുട്ടി വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടത്. നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മൈമൂന മാതാവും മുനീർ മൂസിൻ എന്നിവർ സഹോദരങ്ങളുമാണ്. മൂക്കുതല ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുർഷിദ്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ചൊവ്വന്നൂർ കുട്ടംകുളം റോഡിൽ മണ്ടുമ്പാൽ വീട്ടിൽ സേവിയർ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റാണി മാതാവും ലില്ലി ഭാര്യയുമാണ്. ലിൻസി, ലിൻസൺ എന്നിവർ മക്കളാണ്. പഴഞ്ഞി പഴുന്നാൻ വീട്ടിൽ പരേതനായ കുഞ്ഞപ്പന്റെ ഭാര്യ മാർത്ത നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. റെജി, റീന, റീജ, റെജീന എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.